ഇല്ല തൊടത്തില്ല. പറഞ്ഞോ. എന്റെ പേരെന്താ? എന്താണ് അതിന്റെ പേര്? നീ ഒന്നും പണയണ്ട. പറഞ്ഞോ. എന്റെ പേര് ഷാർലി. ഇന്നലെ എനിക്ക് വരലാവേണ്ട കാര്യമില്ല. ഇത് എനിക്ക് വരലാവേണ്ട കാര്യമില്ല. ഇവനാരാ? എന്താ അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്നെ വിളിച്ചു വരുത്തിയ എല്ലാം സെറ്റ് ചെയ്തിട്ട് പോയതൊന്നും പറയാൻ പറ്റത്തില്ല. അതൊന്നും ഇവിടെ നടക്കത്തില്ല. ഇവനൊക്കെ എവിടുന്ന് വരുന്ന? തുറന്നു പറ. എന്റെ പൊന്നിയേട്ടാ ഇന്നലെ വിളിച്ചിട്ട് ഈ കൊച്ചി ചെയ്ത പണി എന്താണെന്നറിയോ? പൊട്ട റിവ്യൂ ആന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് അഭിനയിച്ച പടത്തിന്റെ റിവ്യൂ പൊട്ട റിവ്യൂ ആന്ന് നാട്ടുകാർക്ക് പറയാൻ പറഞ്ഞു. എന്നിട്ട് നീ സൂക്ഷിച്ച് സംസാരിച്ചില്ല, എന്റെ വിധമാറും. ആളാരെന്നൊന്നും ഞാൻ നോക്കൂ. എന്താ എന്റെ മുഖത്ത് നോക്കി സംസാരിച്ച് എന്റെ മുഖത്ത് നോക്കി സംസാരിച്ച് പറയാനുള്ള പറഞ്ഞിട്ട് പോയത്. എന്റെ തന്തയാണ്. ഓ വലിയ ചൂടിലാണല്ലോ. ചേട്ടന് വൈറലാവണമെങ്കിൽ അങ്ങനെ എനിക്ക് വയറിലാവേണ്ട കാര്യമില്ല. എനിക്ക് സ്വന്തമായിട്ട് പ്രായത്തിന്റെ മോളെ പേടിക്കണ്ട, ഡോക്ടറെ കാണും. എനിക്ക് എന്റെ മേത്തോട്ടം എന്താ? എന്നെ ഇന്നലെ വിളിച്ച് സംസാരിച്ചപ്പോ ഒന്നും അല്ലായിരുന്നല്ലോ. ഒരു നമ്പർ ഇട്ട് നോക്കാം. ഏറ്റു എന്തായി സംഗതി? ഏറ്റു മുട്ടി. എന്താ പറയാനുള്ള അച്ഛനായാലെന്താ? എന്താ നിക്കുന്നത്? എന്തുവാ പൊന്നോ കൊടുക്കത്താ പിന്നെ ഞാനും ചോദിച്ചോട്ടെ, നമ്മൾ ആരാ മനസ്സിലായില്ല? എന്താ എന്തായാലും പറയണ്ട. മുഖത്ത് നോക്കി പറ. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി. പറയടാ, എന്താ നിന്റെ ഉദ്ദേശം? പറഞ്ഞോ. എന്റെ പേര് ഷാൻ. പറയാനുള്ള പറഞ്ഞോ. എന്റെ A few moments later. കേട്ടോ, ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാരും കൂടെ പറഞ്ഞു നായിക്ക് നല്ലൊരു പണി കൊടുക്കണം. എന്തിനാണ് ആ പാവത്തിനേക്ക് ഇങ്ങനെ പറഞ്ഞു പറ്റിക്കണം? അത് ഇനി എല്ലാവരും കൂടെ എന്റെ മതിക്ക് എടുക്കൂ. ഞാനങ്ങ് ഭയന്നു പോയി. ഇത്രയുള്ള കാര്യം. എന്തുവായാലും ഞാൻ പടം കണ്ടു. മനസ്സറിഞ്ഞ് ഞാൻ പറയാം, പടം ഞാൻ കണ്ടു. സൂപ്പർ. എന്റെ മോനെ ഭയങ്കരം തന്നെ. സത്യം പറഞ്ഞാല് ഞാൻ വിചാരിച്ചിരുന്നത് നേപ്പാളി കൊച്ചാണെന്നാ. അല്ല, ഞാൻ മലയാളികളാണ്. കൊള്ളല്ലേ? തിരക്കിടില്ല. അണ്ണാ ഒരു രക്ഷയില്ല. പൊളിച്ചടിക്കിട്ടുണ്ട് കേട്ടോ എല്ലാരോടും. അപ്പം കോൺഗ്രസ് പിരിച്ചു വിട്ടിരിക്കുന്നു. പോയി